ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 36 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സിറ്റിക്കും അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിനും മാത്രമാണ് 35 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആഴ്സണൽ പോലുള്ള ബാക്കി എല്ലാ ടീമുകളും 36 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ലീഗിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആഴ്സണൽ ഫാൻസിനൊക്കെ ചെറുതായിട്ട് ചിരി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവസാന മത്സരം ഗംഭീരമായിരുന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ 1-0 ഇങ്ങനെ ലീഡ് ഉയർത്തിക്കൊണ്ട് പോകണം. അവസാന നിമിഷം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ മുൾമുനയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമനില ഗോൾ വരുന്നത്. ഗോൾ വന്ന സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് അവർക്കാണെങ്കിൽ നിർണായകമാണ് ആ ഒരു വിജയം അല്ലെങ്കിൽ ഒരു സമനില. എന്താ പറഞ്ഞാൽ റിലേഗേഷൻ സോണിൽ നിന്ന് തൊട്ട് മുകളിലേക്ക് കയറാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു. അങ്ങനെ വാർ ചെക്ക് ചെയ്തതിൽ റേയെ പിടിച്ച് ഫൗൾ ചെയ്തതിന് അങ്ങനെ എന്താ പറയാ ആ ഒരു 1-0 വിജയിക്കുകയാണ്. ഗംഭീര മത്സരമായിരുന്നു. രണ്ട് ടീമിനും കിട്ടുന്ന അവസരങ്ങളായിരുന്നു. റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുകയാണെങ്കിൽ അതിൽ 100% ഈ ഒരു ചങ്ങായിക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ പങ്ക് എന്ന് പറയുന്ന കാര്യം. ഒരു വിധമുള്ള ഒരു 11 മത്സരങ്ങളോളം ആഴ്സണൽ 1-0 വിജയിച്ചിട്ടുള്ളത്. ആലോചിക്കണം, 11 മത്സരങ്ങൾ 1-0 ഏത് സമയം. അതേപോലെ അവരുടെ ഡിഫൻസും റയയുടെ കാര്യം തന്നെ എടുത്തു പറയാം. റയ ആഴ്സണലിന് വേണ്ടി ഈ സീസണിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെ വന്നത് വെറുതെ ട്രോഫി ഇല്ല സീസൺ ആയിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാനും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള ആൾ 100% എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ 2000 അർജന്റീന വേൾഡ് കപ്പ് ഉണ്ടല്ലോ, ഫൈനലെടുത്ത വേൾഡ് കപ്പ്, അതിൽ മാർട്ടിനസ് ഒരു സേവ് ചെയ്യുന്നുണ്ട് അവസാനം ഫ്രാൻസിന്റെ. ആ ഒരു സേവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സേവ് എന്നല്ല റയ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നല്ല, അന്ന് ആ ഒരു സേവ്, അതിനുശേഷം ഒരു സേവുകൾ, അങ്ങനെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ചങ്ങായി. വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവസാനം ആകുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിയാനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവസാനം നടക്കുന്ന ടീമുകളിലെ അവർക്ക് എങ്ങനെയെങ്കിലും റിലേഗേഷൻ സോണിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ഭയങ്കരമായിട്ട് പോയി നോക്കും. 36 പോയിന്റ് ആയിട്ടാണ് ഇപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പറും അതേപോലെ തന്നെ വെസ്റ്റ് ഹാം യുണൈറ്റഡും റിലേഗേഷൻ സോണിലും തൊട്ട് മുകളിലായിരുന്നു നിൽക്കുന്നത്. ഏത് സമയവും ടോട്ടൻഹാം ഹോട്ട്സ്പർ ഒന്ന് പുറത്ത് വന്നായിരുന്നു, പക്ഷെ വീണ്ടും സമനിലയിൽ കുടുങ്ങി വീണ്ടും അതേ ഒരു 17ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നമുക്ക് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ആഴ്സണലാണ് തലപ്പത്തുള്ളത്. ഒരു മത്സരം കൂടുതൽ കളിച്ചു. 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 24 വിജയവും 7 സമനിലയും 5 തോൽവി അടക്കം 79 പോയിന്റുമായിട്ട് 68 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 26 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളൂ. രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് 35 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 22 വിജയവും 8 സമനിലയും 5 തോൽവിയും 72 ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ 32 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 74 പോയിന്റ്. അപ്പോൾ ഇപ്പോൾ 5 പോയിന്റ് ഡിഫറൻറ്റ് ഉണ്ട്, ഒരു കളി കുറവുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റൽ പാലസ് ആയിരിക്കും ഈ രണ്ട് ടീമിന്റെ നിർണായകം തോന്നുന്നുണ്ട്. എന്താ പറയുക, രണ്ട് ടീമിനും ക്രിസ്റ്റൽ പാലസ് ആയിട്ട് കളി വരുന്നുണ്ട്. ആഴ്സണലും വരുന്നുണ്ട്, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും വരുന്നുണ്ട്. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി കുറച്ചുകൂടി കടികട്ടിയാണ്. അവസാന മത്സരം വരുന്നത് ആസ്റ്റൺ വില്ല ആയിട്ടാണ്. ആഴ്സണലിന് വേറൊരു മത്സരം എന്ന് പറഞ്ഞാൽ ബേൺലി ആയിട്ടാണ്. ബേൺലി എവിടെ കിടക്കുന്ന അറിയാലോ, പക്ഷെ അത്താഴം മുടക്കാൻ ആരോ മതി എന്ന് പറയില്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് ആഴ്സണൽ തന്നെയാണ്. ഒരു പിടി എന്നല്ല, ഒരു 95% ആഴ്സണൽ തന്നെയാണ്. പക്ഷെ ഇനി 2 മത്സരങ്ങൾ നിർണായകമാണ്. അവസാന മത്സരത്തിൽ ഏത് സമയം തോൽവിയും അതേപോലെ തന്നെ ഏത് സമയം സമനിലയാവുന്നൊക്കെ വിചാരിച്ച ആഴ്സണൽ ഫാൻസ്, പക്ഷെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ 1-0 വിജയമായിരുന്നു. സിറ്റി ആയിക്കോട്ടെ ഒരു മത്സരം സമനില വഴങ്ങി. ആ സമനിലയിൽ പറഞ്ഞാൽ അത് തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ 34ാമത്തെ റൗണ്ട് മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 3 ഗോളിന് പരാജയപ്പെട്ട് നിന്നിട്ട് തിരിച്ച് 3 ഗോൾ തിരിച്ചടിക്കുന്നത്. ആദ്യ ഗോൾ സിറ്റിയാണ് സ്കോർ ചെയ്യുന്നത്, പിന്നെ അവർ 3 ഗോൾ സ്കോർ ചെയ്യുന്നത്, പിന്നെ 3-3 സമനിലയിലാവണം. അങ്ങനെയാണ് ആ 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നേനെ. അപ്പൊ ഇന്നലെ അത് കണ്ടപ്പോൾ വീണ്ടും ട്വിസ്റ്റാന്ന് വിചാരിച്ചു. വെസ്റ്റ് ഹാം യുണൈറ്റഡും ആഴ്സണലായിട്ടുള്ള മത്സരം എന്താ കളി എന്ന് പറയും. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. 1-0 ഗോൾ പറഞ്ഞെങ്കിലും പക്ഷെ ഭയങ്കര ഫൈറ്റ് കൊടുക്കുന്ന, അതിൽ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഹാൻഡ് ബോളും കാര്യങ്ങൾ, അതേപോലെ ആ ഒരു റഫറി എന്തുകൊണ്ടാണ് അത് വാറിന് വിളിച്ചത്, ഡിസ്ക്വാളിഫൈ ആക്കിയത്, അതൊക്കെ പിന്നീട് വാറിലൂടെ കണ്ടതാണ്. അത് പിന്നെ ഫാൻസുകാർ വാദിക്കുന്നില്ലാതെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതൊക്കെ റഫറിയുടെ തീരുമാനവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് 100% അതിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 3ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ പോരാ, മൈക്കൽ കാരിക്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ. ആ ഹെഡിങ് ഇല്ലാതെ ഈ ചങ്ങായിമാരെ ഈ സീസണിൽ പറയാൻ പറ്റൂല. എപ്പോഴേ എത്തൂല എന്ന് പറഞ്ഞ ടീം ചാമ്പ്യൻസ് ലീഗ് 2026-27 സീസണിൽ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. കാരിക്ക് വരുന്ന സമയത്ത് 8, 10, 12, 13 സ്ഥാനത്ത് കിടക്കേണ്ട ടീമാണ് ഇപ്പൊ 3ാം സ്ഥാനത്ത്. ആ 3ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നില്ല ലിവർപൂളും അതേപോലെ തന്നെ നമ്മുടെ ചെൽസിയും അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയും ഒന്നും മുകളിലേക്ക് കയറി വരുന്നു തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് വ്യത്യാസമുണ്ട്. ഇനി 2 മത്സരങ്ങളാണ് എല്ലാ ടീമിനും ഉള്ളത്. ആ 2 മത്സരങ്ങൾ ജയിച്ചാലും ഗോൾ ശരാശരിയൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നടക്കില്ല.
അപ്പൊ എന്തായാലും അതിലൊരു സമനിലയും കിട്ടിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു തേർഡ് പൊസിഷനിൽ നിൽക്കും. 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 18 വിജയവും 11 സമനിലയും 7 തോൽവി അടക്കം 65 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുള്ളത്. 63 ഗോളുകൾ അടിച്ചപ്പോൾ 48 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്താ കാരണം എന്ന് പറഞ്ഞാൽ മൈക്കൽ കാരിക്കിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ആ ചങ്ങായി വന്ന ശേഷമാണ് ഈ ഇത്തരം ടീമിലെ മാറ്റങ്ങൾ, ഓരോ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയും കാര്യങ്ങളും മാറിയത്. അവർ ഗോൾ വഴങ്ങൽ കുറഞ്ഞു, അതേപോലെ തന്നെ ഗോൾ അടിക്കാനുള്ള മാത്യു കുഞ്ഞും അതേപോലെ ബ്രൂണോ ഫെർണാണ്ടസും അതേപോലെ അവരുടെ ഒട്ടുമിക്ക കാശ്മീർ ആയിക്കോട്ടെ ഒട്ടുമിക്ക എല്ലാ പ്ലേയേഴ്സിന്റെയും ആ ഒരു കളിയുടെ ശൈലി തന്നെ മാറി. അവര് വിജയിക്കാനുള്ള ഒരു ഇതിലേക്ക് വരാൻ തുടങ്ങി. പഴയ കോച്ചിന്റെ കീഴിൽ നമുക്കറിയാം എന്താ സംഭവിച്ചത്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവരാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഒട്ടും പ്രതീക്ഷയില്ല. എവിടെ കിടന്ന 2ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്തൊക്കെ എന്തായാലും ആസ്റ്റൺ വില്ല ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 5ാം സ്ഥാനത്താണ് കിടക്കുന്നത്. 4ാം സ്ഥാനത്ത് ലിവർപൂൾ ഉണ്ട്. 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 17 വിജയവും 8 സമനിലയും 11 തോൽവി അടക്കം 59 പോയിന്റുമായിട്ട് 60 ഗോളുകൾ അടിച്ചപ്പോൾ 48 ഗോളുകൾ വൈകിട്ടുണ്ട്. ഇപ്പോൾ 48 ഗോൾ വഴങ്ങുന്ന 3-4 ടീമുണ്ട് കേട്ടോ, നിരന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ആസ്റ്റൺ വില്ലയാണ്. ലിവർപൂളിന്റെ കാര്യം, ലിവർപൂളിന് അവസാന മത്സരത്തിൽ ഒരു പിടി 3 പോയിന്റ് സ്വന്തമാക്കാൻ ചെൽസിയായിട്ടുള്ള മത്സരത്തിൽ 1-1 സമനിലയിൽ കുടുങ്ങി. അതോടുകൂടിയിട്ട് ലിവർപൂൾ വീണ്ടും, ചെൽസിന്റെ കാര്യം എടുത്തു പറയാം, ചെൽസി ഭാഗ്യത്തിനാണ് അന്നൊരു സമനിലയിൽ. അതിനുശേഷം മത്സരങ്ങൾ ഇങ്ങനെ ഘോഷയാത്രയാണ്. 4-5 മത്സരങ്ങളിലാണ്, ഒരു 7-8 മത്സരങ്ങളായി അവരൊരു ഗോൾ സ്കോർ ചെയ്തിട്ടെന്നുള്ള കാര്യം അറിയിക്കണം. പുതിയ കോച്ചിന്റെ കീഴിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങിയതാണ്. പിന്നെ അവസാനം ഒരു 10 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 7 തോൽവിയാണ്. ചെൽസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഹോമിലായിക്കോട്ടെ എവായിക്കോട്ടെ എല്ലാ മത്സരങ്ങളും അങ്ങനെയാണ്. അങ്ങനെ ആസ്റ്റൺ വില്ലയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ 36 മത്സരം കംപ്ലീറ്റ് ചെയ്ത് 17 വിജയവും 8 സമനിലയും 11 തോൽവിയും ആയിട്ട് 59 പോയിന്റ്. ലിവർപൂളായിട്ട് ഒരേ പോയിന്റ്, പക്ഷേ ഗോൾ ശരാശരിയിൽ 50 ഗോളുകൾ അടിച്ചപ്പോൾ 46 ഗോളുകൾ വഴങ്ങിയിട്ടുള്ള കാര്യം കൊണ്ടാണ് അവർ 5ാം സ്ഥാനത്തുള്ളത്. ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയിട്ടുണ്ട്. ഇനി ബോൺമൗത്ത് ഉണ്ട്. ബോൺമൗത്ത് 55 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്തുള്ള. അപ്പോൾ ഏത് സമയത്തും 2 കളിയിലൊക്കെ നല്ല കളി കളിച്ചിരിക്കും. ആസ്റ്റൺ വില്ലയ്ക്ക് 2026 ശരിക്കും പഴച്ചൊരു വർഷം എന്ന് പറയാം. 2025 1, 2 സ്ഥാനങ്ങൾ 3 സ്ഥാനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ടീമാണ് 2026 ആയപ്പോൾ അങ്ങോട്ട് കാലിടാൻ തുടങ്ങി. സമനിലകളും തോൽവിയും, അത് ആരോടൊക്കെയോ തോൽക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അവസാന മത്സരം നടക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ്. അവിടെ ടെസ്റ്റുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ആഴ്സണൽ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഷത്തിൽ ചാമ്പ്യൻസ് ലീഗും ഉണ്ട്, PSG ആയിട്ട് ഒരൊറ്റ മത്സരം ബാക്കിയുള്ളൂ. ആ ഒരൊറ്റ ഫൈനലിൽ അവർക്ക് അന്നത്തെ ഒരു ദിവസം അവരുടേതാണെങ്കിൽ ഡബിൾ അടിച്ചിട്ടാണ് അവർ മടങ്ങുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അതിന് മെയ് മാസം കാത്തിരിക്കണം, അവസാനം വരെ കാത്തിരിക്കണം. അപ്പോൾ ബോൺമൗത്ത് കഴിഞ്ഞാൽ ബ്രൈറ്റൺ ഉണ്ട് 53 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്ത്. ബേൺഫോർഡ് ഉണ്ട് 8ാം സ്ഥാനത്ത് 51 പോയിന്റുമായിട്ട്. 9ാം സ്ഥാനത്താണ് ചെൽസി അവിടെ ഉണ്ടായത് ചെൽസിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളൊക്കെ നിന്ന ഭാഗത്തുണ്ടായിരുന്ന ചെൽസിയാണ്. ചെൽസി ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലും ഒന്നും യോഗ്യത കിട്ടാണ്ട് അവർ താഴെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വെറും 49 പോയിന്റുമായിട്ട്. എവർട്ടൺ ഉണ്ട് 49 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്ത്. ഫുൾഹാം ഉണ്ട് 48 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്ത്. സണ്ടർലാൻഡ് ഉണ്ട് 48 പോയിന്റുമായിട്ട് 12ാം സ്ഥാനത്ത്. ന്യൂകാസിൽ ഉണ്ട് 46 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്ത്. ലീഡ്സ് യുണൈറ്റഡ് ഉണ്ട്. അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ റിലഗേഷൻ സോണിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ക്ലബ്ബുകൾ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 4 ക്ലബ്ബുകളാണ് റിലഗേഷൻ സോണിന് വേണ്ടി മത്സരിക്കുന്നത്. ടോട്ടൻഹാം ഹോട്ട്സ്പർ 38 പോയിന്റുമായിട്ട് 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് ആഴ്സണലായിട്ടുള്ള മത്സരം നിർണായകം. അത് കാരണം അവർ അത്രയും മെനക്കെട്ട് കളിക്കേണ്ടായിരുന്നു. ആ കളി കണ്ടവർക്ക് മനസ്സിലാൻ പറ്റും. ഒരു സമനിലയെങ്കിലും ആ ഒരു പോയിന്റെങ്കിലും നേടാൻ വേണ്ടിയിട്ട് 36 പോയിന്റുമായിട്ട് അവർ 18ാം സ്ഥാനത്താണ്. ബേൺലിയാണ് 21 പോയിന്റുമായിട്ട് 19ാം സ്ഥാനത്ത്. വോൾസ് ആണ് 18 പോയിന്റുമായിട്ട് 20ാം സ്ഥാനത്ത്. അപ്പോൾ 19ഉം 20 സ്ഥാനമുള്ള ബേൺലിയും വോൾസും എന്തായാലും ഉറപ്പിച്ചു അവരിനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ഉണ്ടാവില്ല. അവർ റിലഗേഷൻ സോണിൽ പോയിട്ട് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ച് വരണം. പക്ഷേ അപ്പോഴും ടോട്ടൻഹാം ഹോട്ട്സ്പറും വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ടുള്ള ഗംഭീര മത്സരം നടക്കാം. അപ്പോൾ റിലഗേഷൻ സോണിൽ ഈ 2 ടീമുകളാണ് മത്സരിക്കുന്നത്. ടോട്ടൻഹാം ഹോട്ട്സ്പറും അതേപോലെ തന്നെ വെസ്റ്റ് ഹാം യുണൈറ്റഡും 36 പോയിന്റും 38 പോയിന്റുമാണ്. ഈ 2 മത്സരങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ കണ്ടു തന്നെ അറിയണം അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ 36 റൗണ്ട് മത്സരങ്ങളിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടിയത്, എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരം നടന്നത് ലിവർപൂൾ വിസസ് ചെൽസി ആയിരുന്നു. അതിൽ എന്താ കളി എന്ന് പറഞ്ഞാൽ ഗംഭീര കളിയായിരുന്നു. എന്താ പറഞ്ഞാൽ 1-1 എന്ന സമനിലയിലാണ് അത് കളി അവസാനിച്ചത്. ലിവർപൂളിനും സിറ്റിക്കും ഗംഭീര, 2 ടീമുകൾക്കും ഗംഭീര ചാൻസുകളാണ് കിട്ടിയത്. പക്ഷേ ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 1-1 സമനിലയില്ല. അതും ചെൽസിയുടെ കുറേ കളികളായി അവർ വിജയിച്ചിട്ട്. അപ്പോൾ ഒരു ഗോൾ അടിക്കാനും സാധിച്ചു. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു സമനില നേടി, വിലപ്പെട്ട ഒരു പോയിന്റ് നേടി എന്നുള്ള. ലിവർപൂളിലാണെങ്കിൽ ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ആ ഒരു പോയിന്റ് കിട്ടിയായിരുന്നു. അത് നടന്നില്ല. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബ്രൈറ്റണും വോൾസും തമ്മിലാണ് 3-0 ബ്രൈറ്റൺ വോൾസിനെ പരാജയപ്പെടുത്തിയത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഫുൾഹാമും FC ബോൺമൗത്ത് ആയിട്ടായിരുന്നു. ബോൺമൗത്ത് ഫുൾഹാമിനെ 1-0 പരാജയപ്പെടുത്തി. സണ്ടർലാൻഡായിട്ട് അടുത്ത മത്സരം സണ്ടർലാൻഡ് ഹോം ഗ്രൗണ്ടിൽ വെച്ച് മത്സരത്തിൽ ചുവന്ന ചെകുത്താന്മാരെ ഗോൾ രഹിത സമനിലയിൽ
അവിടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും പഠിച്ചത്. രണ്ട് ടീമും അതുകൊണ്ട് എന്താ പറയുക, ആ സ്ഥാനങ്ങളൊന്നും അനങ്ങാണ്ട് അങ്ങനെ നിന്നു എന്ന് പറയാം. അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ബേൺഫോർഡിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തി 3-0 പരാജയപ്പെടുത്തി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് വെച്ച് കിടന്ന മത്സരത്തിൽ ഫസ്റ്റ് ഹാഫ് തന്നെ അവർ ഏകദേശം കളി തീർത്തു. സെക്കൻഡ് ഹാഫിലും കുറേ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ ആ 3-0 കളി അവസാനിപ്പിക്കണം. അടുത്ത മത്സരം നോക്കിയാണ് ബേൺലി വിസസ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല വീണ്ടും സമനിലയിൽ ബേൺലിയുടെ ഹോം ഗ്രൗണ്ട് വെച്ചിട്ടായിരുന്നു. ബേൺലി എവിടെ കിടക്കാന്ന് അറിയാലോ, എന്നിട്ട് അവരോടാണ് 2-2 സമനിലയിൽ വഴങ്ങുന്നത്. അടുത്ത മത്സരം നോക്കാൻ ക്രിസ്റ്റൽ പാലസും എവർട്ടണും തമ്മിലുള്ള മത്സരമായിരുന്നു. 2-2 സമനിലയിൽ ക്രിസ്റ്റൽ പാലസ് എന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ 2-2 സമനിലയിൽ പിരിഞ്ഞു. അടുത്ത മത്സരം നോക്കാൻ നത്തിങ്ഹാം ഫോറസ്റ്റ് ന്യൂകാസൽ യുണൈറ്റഡ് അവരും 1-1 സമനിലയിൽ പിരിയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ ആഴ്സണൽ 1-0 രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇമാതിരി രക്ഷപ്പെടലെന്ന് പറഞ്ഞാൽ ആ 95+ മിനിറ്റുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഗോൾ വീണിട്ട് ആ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഴ്സണൽ ഫാൻസിന്റെ നെഞ്ഞത്തൊക്കെ അങ്ങോട്ട് തീ കനൽ കോരിയിട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വാറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു എന്താ പറയാ, ഒരു സന്തോഷമുണ്ട് ആ ഗ്രൗണ്ടിൽ ആഴ്സണൽ ഫാൻസിന്റെ, വേറെ ലെവല്. അപ്പൊ എന്തായാലും ലണ്ടൻ കത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആഴ്സണൽ കത്തിക്കും, അത് ഡബിൾ അടിച്ചിട്ട് കത്തിക്കും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ആഴ്സണൽ അടിക്കട്ടെ കപ്പ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഞാൻ കുറെ വീഡിയോകൾ പറഞ്ഞു, പക്ഷേ ആസ്റ്റൺ ഫാൻസ് എന്നെ ഒരു ആഴ്സണൽ വിരോധിയായിട്ട് കുറെ വീഡിയോകളിൽ കമന്റ് ചെയ്യുന്നു. എന്താ പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. അപ്പോൾ ആഴ്സണൽ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ എനിക്ക് നന്നായി കളിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും, പക്ഷേ മോശമായിട്ട് കളിയാണെങ്കിൽ അത് മോശമായിട്ട് തന്നെ പറയാം. അത് പ്രത്യേകിച്ച് ആ ഒരു അത്ലറ്റിക് മഡ്രിഡായിട്ടുള്ള ഫസ്റ്റ് മത്സരമൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അതൊക്കെ പറഞ്ഞപ്പോൾ ചിലർക്കൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ എൻ്റെ ഒരു വീഡിയോയിൽ നല്ലതായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൗഹൃദപരമായിട്ടുള്ള ഫുട്ബോളായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒരു ടീമിനും സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അല്ല. ഞാനൊരു ബാഴ്സ ഫാനെന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ അങ്ങനെയാണ് സംഭവം. അപ്പോൾ അവസാന മത്സരം നടന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പറും ലീഡ്സ് യുണൈറ്റഡ് അവസാനമായപ്പോൾ കത്തിക്കയറിയിട്ട് അവർ നല്ല റിലേഷൻ സോണിലൊക്കെ ഉണ്ടായിരുന്ന ടീമാണ്. അവർ മെല്ലെ കയറി മുകളിൽ എത്തിക്കണം, 1-1 സമനില കുടുക്കി. അങ്ങനെ ടോട്ടൻഹാം ഹോട്ട്സ്പർ അതിന് മുമ്പുള്ള മത്സരത്തിൽ വിജയിച്ചിട്ടായിട്ട് ഒരു 38 പോയിന്റുമായിട്ട് റിലേഷൻ സോണിൽ പോവാതിരിക്കുക. എന്താ പറഞ്ഞാൽ ടോപ്പ് 5 ഉണ്ടാവേണ്ട ഒരു ടീമാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. എന്ത് പറ്റിയെന്ന് അറിയില്ല. അവർ 2 സീസണും ഭയങ്കര മോശം. കഴിഞ്ഞ സീസണിൽ 16-17 സ്ഥാനത്തേക്കാണ് അവർ ഫിനിഷ് ചെയ്തത്. ഈ സീസണിലും അതേപോലെ തന്നെ ഫിനിഷ് ചെയ്യുന്നത്. സിറ്റിക്കുള്ള ഇനിയുള്ള 3 മത്സരം നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഒരു മത്സരമുണ്ട്. അത് ക്രിസ്റ്റൽ പാലസ് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അടുത്ത മത്സരം ബോൺമൗത്ത്. ഇത് ശരിക്കും ഭയങ്കര ടാസ്കുള്ള മത്സരമാണ്. ബോൺമൗത്ത് ആയിട്ട് എന്താ പറഞ്ഞാൽ ഹെവയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അതിനുശേഷം ആസ്റ്റൺ വില്ലയായിട്ട് ഹോമിൽ ഒരു മത്സരമുണ്ട്. അപ്പോൾ സിറ്റിയുടെ കാര്യം കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫോമിൽ നോക്കുകയാണെങ്കിൽ അവരാരെയും അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുമെല്ലാം 2 എവേ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ആഴ്സണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബേൺലി ആയിട്ട് ആഴ്സണലിന് ഒരു ഹോം മത്സരമാണ്. അതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ഒരു എവേ മത്സരമാണ്. ഈ 2 മത്സരം കൂടി കഴിഞ്ഞാൽ ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ. അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അടിക്കാൻ പോകണം. അപ്പം എന്തായാലും ആഴ്സണൽ ഫാൻസ് കാത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ സീസണിൽ പറ്റുകയാണെങ്കിൽ ഡബിൾ അടിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ്. പക്ഷേ ഇത് നിങ്ങൾ അവസാനം കലോട്ടൊടക്കരുത്. ഇനി 2 മത്സരങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവർ എന്തായാലും ഈ സീസണിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അടിച്ചിട്ട് അടിക്കട്ടോ. PSG കഴിഞ്ഞ പ്രാവശ്യം അടിച്ചല്ലേ. അപ്പം നിങ്ങളൊന്ന് കളിച്ചു നോക്കി. നിങ്ങൾ കളിച്ചതെന്ന് എന്താ പറയുക, ഒരു മത്സരമാണ്. കഴിഞ്ഞ സീസണിൽ ക്ലബ് വേൾഡ് കപ്പിൽ തോൽപ്പിച്ചതല്ലേ PSG ചെൽസി 3-0. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആ ദിവസമാണെങ്കിൽ അന്ന് നിങ്ങളുടെ ആഴ്സണൽ ഫാൻസുകാർക്ക് എന്താ പറയുക, ആർത്തുല്ലസിക്കേണ്ട ദിവസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 2 റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കാത്തിരുന്ന് കാണാം. എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഇനി ക്ലബ് ഫൈറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റുകൾ വരാമാണ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി, ഇംഗ്ലണ്ട്, അങ്ങനെ ഫ്രാൻസ് പറയണ്ട. അപ്പൊ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കാന്നറിയാം. അപ്പൊ നമ്മളുടെ 30 days റെയ്ഹാന്റെ ഒരു വീഡിയോ ഉണ്ട്, അതെല്ലാവരും കാണാൻ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.